പ്രിയ പ്രേക്ഷകരെ, 2026 ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലേക്ക് വിശകലനത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. രാത്രി 9:30 ആവേശകരമായ സ്പെയിൻ കേപ്പ് വർഡ മത്സരത്തെക്കുറിച്ചുള്ള വിശകലനം. സ്പെയിൻ ഇന്ന് മത്സരിക്കുന്നത് അവരുടെ ആദ്യ മത്സരമാണിന്ന്. വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരമാണ്. ശക്തരായ കേപ്പ് വർഡയാണ് മത്സരം. അവര് ആദ്യമായിട്ടാണ് ഈ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. സ്പെയിന് നല്ല ശക്തമായ ടീമാണ്. ഗവി, യാമൽ അടങ്ങുന്ന താരങ്ങളാണ്. ലയണൽ മെസ്സിയെ പോലെ വളർന്നു വരുന്ന ഒരു താരമാണ് യാമൽ. അതിൻ്റെ ഒരു മുന്നേറ്റ നില ശക്തമായ ഫോർവേഡാണ്. വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ വേൾഡ് കപ്പ് എടുക്കാൻ ഒരു സാധ്യതയുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അത് ചരിത്രത്തിൽ ചിലപ്പോൾ രേഖപ്പെടുത്താൻ അയാളുടെ പേര് ചിലപ്പം ഉള്ളൊരു പേര് കൂടിയായിരിക്കും യമാലിൻ്റെ പേര്. അത്രയും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് യമാൽ. ബാഴ്സലോണയുടെ ഒരു മികച്ച താരം കൂടിയാണ്. സ്പെയിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അവര് കുറിയ പാസുകൾ നൽകിക്കൊണ്ടാണ് അവർ എല്ലാവരും കളി കാണില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ 1-2 ഇട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ടുള്ള കളിയാണ് സ്പെയിൻ്റെ പൊതുവെയുള്ള കളികൾ. എതിർ ടീം എന്ന് എന്തായാലും കുറച്ച് സ്പെയിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടും. ടിക്കാടാക്ക 2010 ടിക്കാടാക്ക നമുക്ക് ഒരു ആരാധകരും ഫുട്ബോൾ ആരാധകരും മറക്കാൻ കഴിയാത്ത ഒരു മത്സരം ആയിരുന്നു 2010 ടിക്കാടാക്ക. എന്ന് വെച്ചാൽ ഇനിയസ്റ്റ, സാവി തുടങ്ങിയിട്ടുള്ള അലോൻസോ ഒക്കെ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ മികച്ച രീതി അത് ടിക്കാടാക്ക പിടിക്കാൻ പൊസിഷനിൽ പിടിച്ചു കെട്ടാൻ ഡിഫൻഡർമാർക്ക് വളരെ 2010 അത് കപ്പടിച്ചതുപോലെ തന്നെ 2024 യൂറോ കപ്പ് ചാമ്പ്യന്മാർ കൂടിയാണ് സ്പെയിനത്. അതുപോലെ തന്നെ അർജന്റീന, ബ്രസീലിനെ പറഞ്ഞ പോലെ തന്നെ സ്പെയിനും കേരളത്തിൽ കൂടുതൽ ആരാധകരുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് സ്പെയിൻ്റെ ഈ ഫുട്ബോളിനെ എടുത്ത് പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് അക്കാഡമിയും അതുപോലെ തന്നെ നമ്മുടെ ബാഴ്സലോണ അക്കാഡമി എടുത്ത് പറയേണ്ടത്. ഈ രണ്ട് അക്കാഡമികളും ഈ രണ്ട് രാജ്യങ്ങളെ ഈ ടീമുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്ലേയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ രണ്ട് അക്കാഡമികൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അതിലെ ഈ യമാലിനായാലും നമ്മളിപ്പോൾ മെസ്സി ആണെങ്കിലും നമുക്ക് പറയാം ബാഴ്സലോണ അക്കാഡമി, അതുപോലെ തന്നെ യമാൽ ബാഴ്സലോണ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. തീർച്ചയായും യമാലിൻ്റെ ഒരു മികച്ച പ്രകടനം ഇടങ്കാലുകൊണ്ടുള്ള മികച്ച പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും. അത് ഇപ്പോൾ കുറാവോ ഇന്നലെ ജർമ്മനി ആയിട്ടുള്ള മത്സരം ഒരു ഗോൾ, ആശ്വാസ ഗോള് നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കേപ്പ് വർഡ എന്നൊരു പുതിയ ചരിത്രത്തിൽ അവരുടെ പേര് വേൾഡ് കപ്പിൽ കളിക്കുന്നതിന് പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. അത് സ്പെയിനെ ഒരു പക്ഷേ പിടിച്ചു കെട്ടുമോ എന്നുള്ളത് നമുക്ക് ഈ മത്സരം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ. വളരെ സാധ്യത കുറവാണ് അതിന്. സ്പെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിർ ടീമുകളെ ചെറിയ 1-2 ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ചെറിയ പാസുകളിലൂടെ മുന്നേറുക എന്നുള്ള ഒരു തന്ത്രം സ്പെയിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ അപ്പൂട്ടൻ പറഞ്ഞ മാതിരി എന്താണ് ടിക്കാടാക്ക, ആ ശൈലിയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത്. ആ ശൈലിക്ക് മുമ്പിൽ എതിർ ടീമുകൾ നല്ല പാടുപെടാറ് നമ്മൾ ലൈവായിട്ട് കാണാണല്ലോ കളി. വളരെ പ്രയാസപ്പെടുന്ന ഒരു രീതിയാണ്. ഡിഫൻഡേഴ്സ് പഴയ സ്പെയിൻ്റെ ഡിഫൻസ് പിയോളു, റാമോസ് തന്നെ അയാളെ പേര് ഓർക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രയും മരിച്ചിരിക്കുന്ന അത്രയും റഫ്നെസ്സിൽ കളിക്കുന്ന രണ്ട് ഡിഫൻഡർമാരായിരുന്നു പുയോളും റാമോസും. പുയോളിന്റെ ആ മുടിയുടെ അലങ്കാരം തന്നെ ഏത് ജനങ്ങളും ഓർത്തു വെക്കുന്നതായിരിക്കും. ജെറാർഡ് പീക്കെ മിഡ്ഫീൽഡിൽ ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്ത് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മികച്ച കളിക്കാരനെ സ്പെയിൻ നിരയിൽ ഉണ്ട്. മിഡ്ഫീൽഡിലാണെങ്കിലും ഫോർവേഡ് എന്ന് പറഞ്ഞത് മികച്ച ഫോർവേഡാണ് സ്പെയിൻ്റെ.
ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തില് ഈ ഈജിപ്തും ബെൽജിയം തമ്മിലാണ് രണ്ടാമത്തെ മത്സരം. അത് നല്ല ടൈറ്റ് മത്സരം ആവാനാണ് സാധ്യത. അതെ. ഈജിപ്ത് മുഹമ്മദ് സാല എന്ന പ്ലെയർ നന്നാക്കി അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് സാല. ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച കളിക്കാരിലെ ഒരാളായിരുന്നു മുഹമ്മദ് സലാഹ്. മാഞ്ചസ്റ്റർ സിറ്റിന്റെ ഒമർ മർമൂഷ് കുറച്ച് പ്ലെയേഴ്സ് തന്നെയാണ് ഈ ടീമിന്റെ ശക്തി. അതെ. നമ്മളെ ഈ വേൾഡ് കപ്പില് നിരവധി താരങ്ങളെ നമുക്ക് ഈ 2026 വേൾഡ് കപ്പിൽ നിന്ന് ഒരുപക്ഷെ അവരെ മത്സരം ഇനി നമുക്ക് ഫുട്ബോൾ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വിരമിക്കൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അതിൽ പെട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ് മുഹമ്മദ് സലാഹ്. അതേമാതിരി ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്, ഇന്നലെ കളിച്ചിട്ടുള്ള ജർമ്മനിയുടെ ഗോൾ കീപ്പർ, ന്യൂഇയർ റൊണാൾഡോ, ലോകം അറിയപ്പെടുന്ന മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ അറിയുന്ന പല കളിക്കാരും ഈ വേൾഡ് കപ്പോട് കൂടി ഫുട്ബോളിൽ നിന്ന് ചിലപ്പോ വിരമിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ 2026 കളിക്കാര് വിരമിക്കുന്നതോടൊപ്പം തന്നെ ഈ ടൂർണമെന്റിൽ തന്നെ പുതിയ താരങ്ങളുടെ ഉദയവും ഉണ്ടാവാനുള്ള ഒരു ടൂർണമെന്റ് ആയി മാറുക. അതെ. അത് നമുക്ക് പറയേണ്ടതുണ്ട്. മൊറോക്കോയുടെ അയ്യൂബ് അൽദൂദി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, അയാളിപ്പോ ബ്രസീലിനെതിരെ മധ്യനിര മികച്ച 18 വയസ്സ് കളിക്കാൻ ഉടനെ തന്നെ അയാളെ ഒരു ഉയർന്നിട്ടുള്ള പ്രൊഫഷണൽ ക്ലബ്ബുകൾ അയാളെ നോട്ട് ഔട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ സ്പെയിന്റെ യമാല്, നിരവധി പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നൊരു, അത് ഏത് വേൾഡ് കപ്പിലും ഉണ്ടാവുന്നതാണ് പുതിയ ഒരു താരങ്ങൾ. പക്ഷെ നമുക്ക് നഷ്ടം ആവുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള കളിക്കാരെ ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുക. അതുപോലെ തന്നെ ഇന്നത്തെ വേറൊരു മത്സരമുണ്ട്, ഇറാന് ന്യൂസിലൻഡ് മത്സരം. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ, പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ ഇറാന് കളിക്കാനായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇറാൻ താരങ്ങളുടെ മനസ്സിൽ എത്രത്തോളം അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയോടുള്ള ഒരു പോരാട്ടത്തിന്റെ വെറുപ്പിന്റെ ഒരു മത്സരം കൂടിയായിരിക്കും ഇന്ന് അവർ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. മെക്സിക്കോയിലാണ് കളി നടക്കുന്നതെങ്കിലും ആ അമേരിക്കയോടുള്ള ഒരു വിദ്വേഷത്തിന്റെ ഒരു പോരാട്ടമായിരിക്കും ഇന്ന് അവര് കളിക്കളത്തിൽ കാഴ്ചവെക്കുക. ന്യൂസിലൻഡും ഇതുപോലെ തന്നെ വേൾഡ് കപ്പിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന കാല് എടുത്തു വെക്കുന്ന ഒരു രാജ്യം കൂടാണ് ന്യൂസിലൻഡ്. ക്രിക്കറ്റിൽ ന്യൂസിലൻഡിന്റെ പേര് നമുക്ക് അറിയാം, വളരെ പ്രസിദ്ധമാണ്. എല്ലാ ടീമുകളെയും ഓസ്ട്രേലിയ ആയാലും ഇന്ത്യ ആയാലും ഒക്കെ അടിച്ച് തൂഫാനാക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡിന്റെ ഫുട്ബോൾ പാരമ്പര്യം എന്താണെന്ന് ഇന്നത്തെ മത്സരത്തിൽ മനസ്സിലാക്കാം, മത്സരത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇന്ന് വേറൊരു മത്സരമുണ്ട് ആവശ്യകരമായിട്ടുള്ള, നമ്മുടെ ഉറുഗ്വേയുടെ മത്സരം സൗദി അറേബ്യ പറഞ്ഞാൽ ഏഷ്യൻ രാജ്യമാണ്. സൗദി അറേബ്യക്ക് പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രത്യേകം കൊണ്ട് 2034 വേൾഡ് കപ്പ് ഇനി നടത്താൻ പോകുന്നത് നമ്മുടെ സൗദിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനക്കെതിരെ മത്സരിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. അർജന്റീന വേൾഡ് ചാമ്പ്യന്മാരാണ് അർജന്റീന. അതുപോലെ ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള ഫസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ട് സൗദി അറേബ്യ. ശക്തമായ ടീം തന്നെയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യക്ക് എന്താ അറിയോ, വളരെ ഫുട്ബോൾ പാരമ്പര്യമുണ്ട് അവർക്ക്. അവരെ അലി ദേയ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. അലി ദേയ് ഇന്റർനാഷണൽ മത്സരത്തിൽ മെസ്സിയോളം തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ട് ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള സുനിൽ ഛേത്രിയൊക്കെ പോലെയുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു കളിക്കാനായിരുന്നു അന്ന് അലി ദേയ്. അപ്പൊ മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ സൗദി എപ്പോഴും മുന്നോട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഉറുഗ്വേയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവരെ കളി മേഖലയിട്ട് പറയേണ്ട അമേരിക്കൻ ശക്തിയായുള്ള ടീമാണ് ഉറുഗ്വേ. 1930 അർജന്റീനയെ തോൽപ്പിച്ചിട്ടാണ് ഉറുഗ്വേ ട്രോഫി നേടിയത്. അതുപോലെ തന്നെ ഉറുഗ്വേയുടെ എക്കാലത്ത് മികച്ച ഒരു കളിക്കാരനായിരുന്നു ഡീഗോ ഫോർലാൻ. നമ്മുടെ ഇന്ത്യയിൽ ISL കളിക്കുന്നതിനെതിരെ കളിക്കാൻ വേണ്ടി ആ താരം ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് ഒരു
യുറൂഗെ പ്രത്യേകത എന്താ വെച്ചാൽ മികച്ച പ്രസിദ്ധരായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്ന കളിക്കാരില്ലെങ്കിലും എല്ലാ കളിക്കാരും ഒരേ ലെവലിൽ ടീമിന് ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന കളിക്കാരാണ് അവരുടെ ടീമിലുണ്ടാവുക. യുറൂഗിന് ലാറ്റിൻ അമേരിക്ക ശൈലി ബ്രസീലിന്റെ കളിയോട് തുല്യമായിട്ടുള്ള രീതിയിൽ ശൈലിയിൽ കളിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഉറുഗ്വേ. എഡ്സൺ കവാനിയൊക്കെ അവരെ ടീമിലെ മികച്ച പ്ലെയറാണ്, ലൂയിസ് സുവാരസ് വന്നു. മികച്ച താരമായിരുന്നു. ഇപ്പൊ ലൂയിസ് സുവാരസ് സുവാരസിന്റെ വേൾഡ് കപ്പിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പേരാണ് സുവാരസ്. നമ്മളെ മെറ്ററാസിയെ ഒക്കെ ഒരു വേൾഡ് കപ്പിൽ കടിച്ചിട്ട് പരിക്കേൽപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് സുവാരസ്. അതുപോലെ തന്നെ മെസ്സിയോട് കൂടിയിട്ട് മെസ്സിന്റെ ഒപ്പം കളിച്ചിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരനാണ്. മികച്ച ടീമായിട്ടാണ് വരുന്നത്. റയലിൽ കളിക്കുന്ന ഫെഡേ വാൽവേർഡെ, അതെ അതുപോലെ ഡാർവിൻ നൂനസ്, കുറച്ച് നല്ല പ്ലേയേഴ്സ് ആയിട്ടാണ് ഉറുഗ്വേ വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ഏഷ്യൻ രാജ്യമായ സൗദി എന്തായാലും മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കും. സൗദി പേടിക്കേണ്ട ഒരു ടീം തന്നെയാണ്. നമ്മൾ അർജന്റീനയെതിരെ അന്ന് സൗദിയുടെ ഫിനിഷിംഗ് തന്നെ മനോഹരമായ ഗോളുകളാണ് അന്ന് അവർ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എല്ലാ മത്സരങ്ങളും ആവേശകരമായ ഒരു ആനന്ദം ആരാധകർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഫുട്ബോൾ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് ഗുഡ് നൈറ്റ്.